ഹലോ ഗൈസ്, നിങ്ങളോട് ഞാൻ ഇന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ജേർണീനെ കുറിച്ചാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഫോർട്ട് കൊച്ചിയിലേക്കാണ്. അപ്പോൾ കൊച്ചിയിലേക്ക് പോയിട്ട് എനിക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് വീട്ടിൽ നിന്ന് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണ് നമ്മളുടെ വീട്ടിലെ കൊതുകിൻ്റെ ശല്യത്തെക്കുറിച്ച് ഓർത്തത്. അപ്പം ഇത്തവണ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കൊതുക് വല മേടിക്കാനായിട്ട് ഉദ്ദേശിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ചെർളയിലേക്ക് വിട്ടു. അവിടെ നിന്ന് ഞങ്ങൾ ചെർളയിൽ പോയിട്ട് കൊതുക് വല വാങ്ങിച്ചു. അപ്പോൾ കൊതുകിൻ്റെ ശല്യം നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ കൊച്ചിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്, അല്ലെങ്കിൽ ദ പ്ലേസ് ദാറ്റ് ഐ ലവ് മോസ്റ്റ് ഇസ് ഫോർട്ട് കൊച്ചി ബീച്ച്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. അവിടെ ചെന്നു. ഞങ്ങൾ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടു. അപ്പോൾ എനിക്ക് കൊച്ചിയിൽ വന്നാൽ ഇവിടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടു. അതിനുശേഷം തൊണ്ടവേദന ആണെങ്കിൽ കൂടി ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പം എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ കോർണറ്റോ ആണ്. അപ്പം ഞാൻ ഒരു കോർണറ്റ് കഴിച്ചു. ജോസേട്ടൻ്റെ ഫേവറേറ്റ് വാനില, ജോസേട്ടൻ ഒരു വാനിലയും കഴിച്ചു. അത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കണ്ട് ഇവിടെ മീൻ പിടിക്കുന്നതൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ രണ്ട് ഫോറിനേഴ്സിനെ അവിടെ പരിചയപ്പെട്ടു. അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ആണ് ജോസേട്ടൻ ചോദിക്കുന്നത് ബിരിയാണി കഴിക്കാൻ പോകാമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു നമ്മളുടെ കൊച്ചിക്കാരുടെ ഏറ്റവും ഫേവറേറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മൾ കായിസ്, ഫേമസ് കായിസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ കായിസിലേക്ക് എത്തി. അവിടെ മട്ടൻ ബിരിയാണിയാണ് ഞങ്ങൾ മേടിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ നിറയെ തിരക്കായിരുന്നു, കോളേജ് സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ചിക്കൻ ബിരിയാണിയും ബീഫുമാണ് കിട്ടിയത്. ഞങ്ങൾ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ഒന്നും പറയാനില്ല, നല്ല പൊളി ടേസ്റ്റായിരുന്നു. അപ്പം കഴിക്കാത്തവർ ഇവിടെ വന്ന് ട്രൈ ചെയ്യുക, അല്ലാത്തവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.